ഹായ് ഡിയേഴ്സ്, സ്റ്റിച്ച് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ പാർട്ടി വെയർ ഡ്രസ്സാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. അതിനുള്ള മെയിനായിട്ടുള്ള കാരണം പാർട്ടി വെയർ ഡ്രസ്സ് കൂടുതലും ഇതുപോലെയൊക്കെയുള്ള മെറ്റീരിയലായിരിക്കും. ഒന്നുകിൽ ഇതുപോലെയുള്ള സിൽക്കിൻ്റെ മെറ്റീരിയൽ, അല്ലെങ്കിൽ ഇതുപോലെ ഹാർഡായിട്ടുള്ള കുറച്ച് മെറ്റീരിയലായിരിക്കും ഹെവി ആയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഈ ആഷ് മെറ്റീരിയൽ ഉപയോഗിച്ച് ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നതാണ് നോക്കുന്നത്. അപ്പോൾ ഈ മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒന്ന് നെറ്റ് പോലെ കുറച്ച് ട്രാൻസ്പെറൻ്റായ തുണിയാണ്. പിന്നെ ഇതിൻ്റെ സൈഡിലെ നൂലുകൾ, ഒരു സൈഡിലെ നൂലുകൾ നല്ല മുള്ളുപോലെ ഇരിക്കുന്നതാണ്. എങ്ങനെയൊക്കെ നമ്മൾ ഇന്നർ വെയേഴ്സൊക്കെ യൂസ് ചെയ്താലും ആം ഹോളിൻ്റെ അവിടെയൊക്കെ ഭയങ്കര ചൊറിച്ചിലായിരിക്കും. ചൊറിയുന്നത്, കുത്തുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ ഇത് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. ഇത് ഇട്ടുകൊണ്ട് നിൽക്കുമ്പം കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും, പക്ഷേ ഇടുന്ന ആൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ കുട്ടികളാണെങ്കിൽ പിന്നെ ജന്മത്തെ അവർ ആ ഡ്രസ്സ് ഇടില്ല. അപ്പോൾ നമുക്കിതെങ്ങനെ സോൾവ് ചെയ്യാനാണ് നോക്കുന്നത്. ഇപ്പം ഞാൻ തുണിയെല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ ബാക്ക് നെക്ക് ഞാൻ കട്ട് ചെയ്യുവാണ്. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ ചെറിയ ഒരു ഓപ്പണിംഗ് ആണ് കൊടുക്കുന്നത്. അതായത് നമുക്ക് തല കയറണം, അത്രയേ ഉള്ളൂ. സിബ് വെക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ സിബ് വെച്ചാൽ ഇതിൻ്റെ ആ വർക്കിലൊക്കെ കട്ട് വരും. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് സിബ് അങ്ങ് ഒഴിവാക്കി ഒരു 2-2.5 ഇഞ്ച് ഇറക്കത്തിൽ നെക്ക് കട്ട് ചെയ്ത് കൊടുത്തു. ബാക്കിൽ ചെറിയൊരു ഓപ്പണിംഗ് കൊടുത്തു. ഇനി നമുക്കിതാ ഇതിന് ഇതുപോലെ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം. അതുപോലെ ലൈനിങ്ങും ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് ഇങ്ങനെ എടുക്കണം. ഇനി ചെയ്യാനുള്ളത്, മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശത്തോട്ട് ലൈനിങ്ങിൻ്റെ ചീത്ത വശം ചേർത്ത് വയ്ക്കുന്നു. അതായത് ലൈനിങ്ങിൻ്റെ സ്റ്റിച്ചുള്ള വശവും മെയിൻ തുണിയുടെ സ്റ്റിച്ചില്ലാത്ത വശവും ചേർത്ത് വയ്ക്കുക. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന തുണി ഹാർഡാണ്, പക്ഷേ ട്രാൻസ്പെറൻ്റ് അല്ല. ഇതുപോലെ നെറ്റ് പോലത്തെ തുണിയല്ല എങ്കിൽ നമുക്ക് നല്ല വശം ചേർത്ത് വെച്ച് ചെയ്യാം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ നല്ല വശം ചേർത്ത് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ അടിവശം നല്ല ഓക്കെ ആയിരിക്കും, പക്ഷേ നമ്മുടെ മുകളിൽ കൂടി ഈ മടക്കൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ സ്റ്റിച്ചും കട്ടിങ്ങും ഒക്കെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിന് രണ്ട് സൈഡും ഇങ്ങനെ ഒരുപോലെ വെച്ച് കൊടുത്ത ശേഷം, അതായത് രണ്ട് തുണികളും ഒരുപോലെ വെച്ചിട്ട് ഈ രണ്ട് ആം ഹോൾ തമ്മിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആം ഹോളുകളെ തമ്മിൽ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ലൈനിങ്ങും നല്ല തുണിയും ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് അധികം നിൽക്കുന്ന തുണിയൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കുഴിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നേരത്തെ കുഴിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഞാനിവിടെ എല്ലാം നേരത്തെ ചെയ്തിരുന്നു. ജസ്റ്റ് ഞാനിതിങ്ങനെ നിവർത്തിയിട്ടൊന്ന് കാണിച്ചു തരാം. നമുക്ക് ആം ഹോളിൻ്റെ അവിടെ മാത്രമേ പ്രശ്നമുള്ളെങ്കിൽ നമുക്ക് ഇത്ര മാത്രം ചെയ്താൽ മതി കേട്ടോ. അതായത് നമുക്ക് വലിയ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇത്ര ചെയ്താൽ മതിയാവും. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഫുള്ള് ഇതിനെ കവർ ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഞാനിപ്പോൾ നിവർത്തി എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു സൈഡ് ഒന്ന് പതിച്ച് കൊടുത്തായിരുന്നു. ഇനി ഇതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഫ്രണ്ടും ബാക്കും ലൈനിങ്ങിൻ്റെയും നല്ല വശത്തിൻ്റെയും ആം ഹോളും സൈഡും ഒക്കെ ജോയിൻ ചെയ്തതുപോലെ ഒന്നുകിൽ ഫ്രണ്ട് വശം അല്ലെങ്കിൽ ബാക്ക് വശത്തിൻ്റെ അടിവശവും കൂടെ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് മറിച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കിതിനെ ഇങ്ങനെ നിവർത്തിയൊക്കെ എടുത്തിട്ട് എന്തായാലും ഒരു സൈഡ് ഓപ്പൺ ആക്കിയാലേ പറ്റുള്ളൂ. ഒരു സൈഡേ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു നേരത്തെ, ആദ്യമേ അടിച്ചു കൊടുത്തിരുന്നെങ്കിൽ. നമുക്ക് ഈ രണ്ട് സൈഡും ഇങ്ങനെ അകത്തോട്ടാക്കി മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ രണ്ട് സൈഡും ഒന്നിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ രണ്ട് തുണിയും അകത്തോട്ടാക്കി
ഇങ്ങനെ പിടിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ബാക്കും ഫ്രണ്ടും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് അയൺ ചെയ്തെടുത്താൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഓരോ സ്റ്റിച്ചും പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അയൺ ചെയ്തെടുത്തതേ ഉള്ളൂ. ലൈനിങ്ങിൻ്റെ വശം വെച്ച് അയൺ ചെയ്ത് കൊടുത്തു. ഇനി ഈ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമ്മൾ ആ ബാക്കിലെ ഓപ്പണിങ്ങും കവർ ചെയ്യത്തക്ക രീതിയിൽ ഒരു തുണി എടുക്കുക. എന്നിട്ട് 4 സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഈ അറ്റത്ത് കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ബാക്കിൽ ഓപ്പണിംഗ് ഉണ്ട്, അതുകൂടി കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, മുട്ടുസൂചിയൊക്കെ ഉപയോഗിച്ച് ഇതിനെ ഒന്ന് ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, മുട്ടുസൂചി വെച്ച് ഞാൻ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓപ്പണിങ്ങിൻ്റെ ഭാഗവും കൂടെ ഞാൻ ഈ തുണി വെച്ച് അടിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ വെച്ച് കാണുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവുന്നുണ്ട്. ഇനി നമുക്ക് അകത്തുള്ള തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇത് നമുക്ക് വേണ്ടാത്ത തുണിയാണ്, ഇതിനെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി സാധാരണ നമ്മൾ നെക്കൊക്കെ മറിക്കുന്നതിന് മുന്നേ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുമല്ലേ, അതുപോലെ ചെയ്യണം. ഇതിനെ നമുക്ക് അകത്തോട്ടാക്കി ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഈ അധികം ഉള്ള തുണിയെ ഹെം ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വെച്ചൊരു പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ശേഷം ഹെം ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നെക്കിൻ്റെ ഭാഗവും ഓക്കെ ആയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഒരു 1.5 ഇഞ്ച് വീതിയുള്ള തുണിയെടുത്ത് 1.5 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് തുണി വെച്ച് നെക്ക് മറിച്ചടിക്കാം, അങ്ങനെയും ചെയ്യാമായിരുന്നു കേട്ടോ. ഇനി സ്ലീവ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ സ്ലീവ്ലെസ് ഡ്രസ്സാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അത്ര ചെയ്താൽ മതി. ഇപ്പോൾ സ്ലീവ് വയ്ക്കുന്ന കുറച്ചുകൂടെ വലിയ ആൾക്കാർക്ക് അല്ലെങ്കിൽ വലിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് സ്ലീവിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതുപോലെ 3 സൈഡും ലൈനിങ്ങും മെയിൻ തുണിയും നല്ല വശം ചേർത്ത് ഇട്ട ശേഷം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അടിവശം നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട, കാരണം എവിടെയെങ്കിലും ഒരു സ്ഥലം ഓപ്പൺ ആയാൽ മാത്രമേ നമുക്കിതിനെ റിവേഴ്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ, മറിച്ചിട്ടെടുക്കാൻ പറ്റുള്ളൂ. 2 സ്ലീവും അങ്ങനെ ചെയ്യുക. പിന്നെ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ അത് നേരത്തെ ചെയ്തിട്ട് വേണം ഇങ്ങനെ ചെയ്യാനുള്ളത്. എഡ്ജൊക്കെ ഇതുപോലൊരു സൂചി വെച്ച് നമുക്ക് കുത്തിയെടുക്കാൻ പറ്റും. ഇനി ഈ അറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടുപ്പിൻ്റെ അടിവശം ചെയ്ത് അതുപോലെ തന്നെ ഇങ്ങനെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒന്നുമില്ലെങ്കിൽ നമുക്കൊരു ക്രോസ് പീസ് വെച്ച് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ക്രോസ് പീസ് വെച്ച് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കാം. ഞാനിതിൻ്റെ അറ്റത്ത് ഒരു ഡബിൾ ലെയർ അംബ്രല്ല സ്ലീവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ബെൽ സ്ലീവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് ഇതുപോലെ വെച്ച് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ സ്ലീവുകൾ ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഒന്ന് തുണി നല്ല സെക്യൂറായിട്ടിരിക്കും, പിന്നി പോവാതിരിക്കും. സ്ലീവ് ഞാൻ ബെൽ സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുത്തു. പിന്നെ ഇനി നമുക്ക് ഇതുപോലെ സൈഡ് കൂടി അടിച്ചു കൊടുത്താൽ മതി. ഈ ബെൽ സ്ലീവ് എന്ന് പറഞ്ഞാൽ ഒറ്റ സർക്കിളിൽ 2ആയിട്ട് മടക്കി വെച്ചേക്കുവാണ്. ഇതിൻ്റെ സൈഡും ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മളിപ്പോൾ ഇതിൻ്റെ അടിവശത്ത് സ്കർട്ട് ഞാൻ ഷിഫോൺ തുണിയാണ്, അല്ലാത്ത തുണിയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ആദ്യം നല്ല വശം ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ലൈനിങ്ങും മെയിൻ തുണിയും യോക്ക് പോർഷൻ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ മറിച്ചെടുത്താൽ മതിയായിരിക്കും. കണ്ടില്ലേ?
ഇനി ഇത് ഷിഫോൺ തുണിയാണ്, പിന്നുന്ന തുണിയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു സെക്യൂരിറ്റിയാണ്, ഇത് പിന്നി പോകത്തില്ല. ഇല്ലെങ്കിൽ വേഗം വേഗം പിന്നെ യോക്ക് പോർഷൻ വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്, സ്റ്റിച്ചുകളായി പോകാൻ ചാൻസ് ഉണ്ട്. അതിൽ നിന്ന് നമുക്കിത് രക്ഷപ്പെടാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തുണിയുടെ അകം, അതായത് ഉടുപ്പിൻ്റെ അകവശം ഉണ്ടല്ലോ, കാണാനൊരു വൃത്തിയായിരിക്കും. ഇല്ലെങ്കിൽ ഇത് എപ്പോഴും ഇങ്ങനെ പിന്നി പിന്നി നിൽക്കും. സൈഡ് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, കുറച്ചധികം തുണി വന്നത് ഞാൻ സൈഡിലൊരു മടക്ക് കൊടുത്ത് ചെയ്യാണ് ചെയ്തത്. ആദ്യം വിചാരിച്ച് ഫ്രണ്ടിൽ ചെയ്ത് കൊടുക്കാമെന്ന്. ഫ്രണ്ടിൽ അംബ്രല്ല ആകുമ്പോൾ എന്തായാലും നല്ല ഫ്രില്ല് വരും അടിവശത്തോട്ട്. പക്ഷേ സൈഡായിരിക്കും കുറവ് വരുന്നത്, അതുകൊണ്ട് സൈഡിൽ കുറച്ച് വീതി കൂട്ടി കൊടുത്തു. പിന്നെ ഞാൻ സൈഡ് ഒരു 1/2 ഇഞ്ച് 2 സൈഡും ഒന്ന് കർവ് ചെയ്താണ് അടിച്ചേക്കുന്നത്. കട്ട് ചെയ്തപ്പോൾ ഞാൻ വിട്ടുപോയായിരുന്നു. പിന്നെ നമുക്ക് ഇവിടെ സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ ലൈനിങ് ഇതിനെ സെപ്പറേറ്റ് ആക്കുന്ന ഒരു 3-4 ഇഞ്ച് വരെ രണ്ടിനെയും ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. മെയിൻ തുണിയെയും ഇതിനെയും ലൈനിങ്ങിനെയും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് അകത്തെ തുണിയെ മാത്രം ഇതുപോലെ പിടിച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, അടിയിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ ആ മെയിൻ തുണി അങ്ങ് അകത്തോട്ട് മാറ്റി ഇട്ടിട്ട് ലൈനിങ്ങിനെ മാത്രം ഇങ്ങനെ പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം താഴെ വരെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നമ്മുടെ വീഡിയോ ഈസി ആയിട്ട് നമുക്ക് ഈ നെക്ക് എങ്ങനെ ചെയ്യാമെന്നാണ്. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.